സ്നേഹമുള്ളവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള വചനഭാഗം കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്നു. അതിൻ്റെ ആമുഖം നമ്മൾ കണ്ടു. 1 മുതൽ 8 വരെയുള്ള വചനഭാഗം കർത്താവ് തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥനയുടെ 4 വരെയുള്ള വചനഭാഗങ്ങളുടെ പഠനമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൂർത്തിയാക്കിയത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം സ്വന്തം മഹത്വീകരണത്തിനായുള്ള പ്രാർത്ഥനയായി നമ്മൾ കാണുന്നുണ്ട്. ആ വചനഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, ആ ഒരു വാക്യം നമുക്കൊന്ന് ആദ്യം വായിച്ചു കേൾക്കാം. അതിനുശേഷം ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വചനം ഇങ്ങനെയാണ്: ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. എത്ര മനോഹരമായ ഒരു വാക്യമാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. അവിടെ സ്വന്തം മഹത്വീകരണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ദൈവപിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എപ്രകാരമാണ് ദൈവീകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ട് അവൻ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന നടത്തുന്ന വചനഭാഗമാണ്. ഈശോയുടെ മഹത്വീകരണം എന്ന് പറയുന്നത് പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളിലൂടെയുള്ള ദൈവമഹത്വത്തിലേക്കുള്ള അവിടുത്തെ പുനഃപ്രവേശനമാണ് എന്ന് കഴിഞ്ഞ വാക്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം എന്താണെന്നറിയാവോ? ഈശോ പിതാവായ ദൈവത്തോട് കൂടെയായിരുന്ന മഹത്വം വേണ്ടെന്ന് വെച്ച് പുത്രനായി ഈ ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തവനാണ്. അവൻ വീണ്ടും ദൈവപിതാവിനോടുള്ള മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും ചെയ്യുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയും സഹനത്തിലൂടെയും മരണത്തിലൂടെയും മാത്രമേ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. സഹനവും മരണവും ഈശോയുടെ മനുഷ്യപ്രകൃതിക്ക് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്ന കാരണത്താലാണ് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന അവൻ്റെ പ്രാർത്ഥന വഴിയായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോയുടെ മനുഷ്യപ്രകൃതിക്ക് ബുദ്ധിമുട്ടുള്ള, വേദന ഉളവാക്കുന്ന സങ്കടകരമായ കാര്യമാണ് എന്ത്? വിഷമങ്ങളിലൂടെ പീഡാസഹനങ്ങൾ അനുഭവിച്ച് കുരിശിൽ മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയും അവിടുന്ന് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് തൻ്റെ മഹത്വീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായി അവതരിപ്പിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ, എൻ്റെ മനുഷ്യ സ്വഭാവം വെച്ച് എനിക്ക് സാധിക്കാത്ത ഒരു കാര്യം പിതാവേ, പക്ഷെ നീ അത് ആഗ്രഹിക്കുന്നു എന്ന കാരണത്താൽ നിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. നീ എനിക്ക് ശക്തി തന്നാൽ മാത്രമേ എനിക്ക് ഈ പീഡാസഹനവും കുരിശുമരണവും ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനുഷ്യനായ, പൂർണ്ണ മനുഷ്യനായ ഈശോ ദൈവപിതാവിനോട് പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മരിക്കാൻ ആർക്കാ ഇഷ്ടം? ആർക്കെങ്കിലും ഉണ്ടോ? പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചില നിരാശയുടെ സമയങ്ങളിൽ വിഷമത്തോടുകൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ആരെങ്കിലുമൊക്കെ പൂർണ്ണമായും മരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞു പോകുന്നതാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം. സത്യത്തിൽ മരിക്കാൻ അധികം പേർക്ക് ഇഷ്ടമൊന്നുമല്ല.
ജീവിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം. എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളിലൂടെ, വേദനകളിലൂടെ, തകർച്ചകളിലൂടെ കടന്നുപോയാലും ഇതൊക്കെ മാറി വരുമെന്നും ഇനിയും ജീവിക്കണമെന്നുമുള്ള ആഗ്രഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഇവിടെയാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം തന്നെയും തൻ്റെ മഹത്വീകരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. പക്ഷേ അത് അവശ്യം സഹനത്തിൻ്റെ ജീവിതമായിരുന്നു. സഹനങ്ങളിലൂടെയാണ് മഹത്വമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ എല്ലാ ദിവസവും അതിരാവിലെയും വൈകുന്നേരവും ദീർഘനേരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ബൈബിളിൽ പല പ്രാവശ്യം, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ. 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തേത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനമാണ്. 1:35 കൃത്യതയോടുകൂടെ മർക്കോസ് സുവിശേഷകൻ കർത്താവ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. രണ്ടാമത്തേത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനമാണ്. അവിടെയും കർത്താവ് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വചനം നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് 1:35-ലും മത്തായി 14:23-ലും കർത്താവ് ദീർഘനേരം പിതാവുമായുള്ള ഐക്യത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന വചനഭാഗങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഗത്സമനിയിലെ പ്രാർത്ഥനയിൽ ഇത് വളരെ വ്യക്തിപരമായി നമ്മൾ കാണുന്നുമുണ്ട്. തൻ്റെ മഹത്വീകരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിനായി ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്. ലൂക്ക 22-ാം അധ്യായത്തിൻ്റെ 43-ാം തിരുവചനം, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാ വചനം പറയുന്നത്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് ഈശോയെ ശക്തിപ്പെടുത്തുന്നത്? അവൻ്റെ മനുഷ്യപ്രകൃതിക്ക് താങ്ങാൻ പറ്റാത്ത സഹനങ്ങളിലൂടെയാണ്, വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈശോ പറയാണ്, നീ എന്നെ ശക്തിപ്പെടുത്തണം. മാലാഖമാരാൽ അവനെ ശക്തിപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമുക്കും ചിലപ്പോഴെങ്കിലും ഒക്കെ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നാറില്ലേ? ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയോടുകൂടെ സങ്കടപ്പെടാറില്ലേ? കർത്താവെ, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന് പറഞ്ഞ് തളർന്നിരിക്കാറില്ലേ? ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ അവൻ മാലാഖമാരെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും എന്നുള്ളത് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 6-ാമത്തെ തിരുവചനമാണ് നമ്മളിനി പഠിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. ഈ വചനഭാഗം ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം തിരുവചനം ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രഥമവും പ്രധാനവുമായ ജോലി ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. തൻ്റെ പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചവനാണ് എന്നുള്ള ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. ആ ബോധ്യാനുസരണമാണ് അവൻ ജീവിച്ചത്, പ്രവർത്തിച്ചത്, സംസാരിച്ചത് എന്നുള്ളതും വ്യക്തമാണ്. സെമിറ്റിക് ഭാഷയിൽ നെയിം, നാമം, വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നതാണ്. ചിലരൊക്കെ ചോദിക്കാറില്ല, ഒരു പേരിൽ എന്തിരിക്കുന്നു അല്ലേ? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഉത്തരം എന്താണെന്നറിയാവോ? പേരാണ് വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നതാണ് അർത്ഥമെന്ന് നാം തിരിച്ചറിയുന്നത്. ഇവിടെ സങ്കീർത്തനം
22 22 തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 2 12 തിരുവചനത്തിൽ ഈശോയുടെ നാമത്തെപ്പറ്റി ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ ഞാൻ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കും. നോക്കിക്കേ, ദൈവത്തിന് നാമം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 22 22 തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഹെബ്രായ ലേഖനകർത്താവ് 2 12 തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു: അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും. സ്ക്രീനിൽ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ ഞാൻ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കും. അവിടുത്തെ നാമം അറിയിക്കുക, വെളിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈശോയിലൂടെയും സഭയിലൂടെയും ദൈവം വെളിപ്പെടുത്തപ്പെടുന്നതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈശോ തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഈ വെളിപ്പെടുത്തൽ ഈശോയുടെ ശിഷ്യരെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവരുമാക്കി തീർത്തു എന്ന് 17 നമ്മൾ വായിച്ചു കേട്ട 6 തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വചനം ഇങ്ങനെയല്ലേ പറഞ്ഞേ: അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി, അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. മനുഷ്യർ ദൈവത്തിൻ്റെതാണ്. ഈ ദൈവത്തിൻ്റെ മനുഷ്യരെ ദൈവം പുത്രനായ കർത്താവിന് നൽകുകയും അവരങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നാമം ഈശോയിൽ വെളിപ്പെടുത്തപ്പെട്ടു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു വചനഭാഗമാണ് നമ്മൾ പഠിച്ച യോഹന്നാൻ്റെ സുവിശേഷം 8 13, 14, 15 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. സ്ക്രീനിൽ ആ വാക്യം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങൾക്കായി. യോഹന്നാൻ 8 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ: നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. വചനം പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും അപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട്, ഇത് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 3 13, 14, 15 വാക്യങ്ങളിലൂടെ ദൈവമായ പിതാവ് യഹോവ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്: ഞാൻ ആകുന്നു, ഐ ആം ഹു ആം. എഗോയ് എയ്മി എന്ന തിരുവചനത്തെയാണ് ഇപ്രകാരം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. ഞാനാകുന്നു എന്ന് ദൈവം പറയുന്നതിനെ പ്രത്യേകം സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് സാന്ദർഭികമായി കൂട്ടിച്ചേർക്കട്ടെ. യോഹന്നാൻ ശ്ലീഹായുടെ കാഴ്ചപ്പാടിൽ ഈശോ വചനമാണ്, ലോഗോസ്. അതുകൊണ്ടല്ലേ പ്രൊലോഗ് എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 1 ആദ്യത്തെ 18 വാക്യങ്ങളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആമുഖഭാഗം തന്നെയും തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 1, 2 വാക്യങ്ങളിൽ ദൈവം വചനമാണ് എന്നും വചനം ദൈവമാണ് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനമാണ് മനുഷ്യാവതാരം എടുത്തത് എന്ന് 14 വാക്യത്തിലുമുണ്ട്. അതുകൊണ്ട് ഈശോ തൻ്റെ അസ്തിത്വത്തിൽ തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണ്. ഈശോ തന്നെ അത് പറയുന്നുമുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചല്ലോ 14 9 വാക്യം: എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈശോയെ കാണുന്നവർ പിതാവായ ദൈവത്തെയും കാണുന്നു എന്നാണ് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ.
സഹോദരങ്ങളെ, നമുക്കും സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ദൈവത്തെ പോലെ ദൈവപുത്രനായ യേശു കർത്താവിനെയും കാണാനും സ്വീകരിക്കാനും ആ അധികാരം രണ്ടുപേരും ഒരുമിച്ച് പങ്കിടുന്നത് പോലെ നമ്മളും ഇപ്രകാരം ജീവിക്കേണ്ടവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം എനിക്ക് തോന്നുന്നു പ്രത്യേകം പരാമർശമർഹിക്കുന്ന പഠിക്കേണ്ട ഒരു വചനഭാഗമാണ്. 17-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ തനിക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അവസാനത്തെ വാക്യമാണിത്. ആ വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്കു നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഈ വചനഭാഗം ദൈവവചനം മാംസമായ ജീവിതമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ദൈവവചനമായിരുന്നു എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. വചനം തന്നെ മനുഷ്യരൂപം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വ്യാപരിച്ചു എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. സഭയുടെ അടിസ്ഥാനം വചന സ്വീകരണമാണ്. അതുകൊണ്ടല്ലേ നടപടി പുസ്തകമെന്നറിയപ്പെടുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമ്മൾ ഒരു വചനം വായിക്കുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വാക്യം കാണാനായി സാധിക്കുകയും ചെയ്യും. നടപടി പുസ്തകം 2-ാം അധ്യായം 41-ാം തിരുവചനം. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം പേർ അവരോട് ചേർന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ കർത്താവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ശിഷ്യന്മാരുടെ ദൈവവചന പ്രഘോഷണം കണ്ട് കേട്ട് അനുഭവിച്ചറിഞ്ഞ് 3000-ഓളം പേര് മാമുദീസ സ്വീകരിച്ച് കർത്താവിനുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നുവെന്നും ആദിമ ക്രൈസ്തവ സമൂഹം ഇപ്രകാരം ശക്തി പ്രാപിച്ചു എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും സഭയുടെ അടിസ്ഥാനം വചന സ്വീകരണമാണ്. വചനം പങ്കുവെക്കുന്നതിലൂടെയാണ് സഭ വളരുന്നത്. അതുകൊണ്ട് തന്നെയും ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാനിപ്പോൾ എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നത് വളരെ ഈസിയാണ്. എനിക്ക് ധ്യാന കേന്ദ്രങ്ങളിലൂടെയും കൺവെൻഷൻ പന്തലുകളിലൂടെയും ബൈബിൾ ക്ലാസ്സുകളിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ വചനം പകർന്നു കൊടുക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ജീവിത സാഹചര്യങ്ങളിൽ വചനം പങ്കുവെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പ്രിയ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ട്. സഭയുടെ ശുശ്രൂഷകളിൽ ഏറ്റവും അടിസ്ഥാനപരമായ ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. ഞാൻ പോകുന്നിടങ്ങളിലൊക്കെ അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാനൊരു വിൻസെൻഷ്യൻ സന്യാസ വൈദികനാണ്. ഞാനങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അടിസ്ഥാനപരമായി ഞങ്ങളുടെ വിൻസെൻഷ്യൻ സഭയുടെ ക്യാരിസം എന്ന് പറയുന്നത് ദൈവവചന പ്രഘോഷണമാണ്. ഞങ്ങളെ സാധാരണഗതിയിൽ ചില രൂപതകളിലേക്കൊക്കെ പിതാക്കന്മാർ പുതിയ സെൻറ്ററുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ, ആശ്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുള്ളത്, അച്ഛാ എൻ്റെ രൂപതയിൽ വന്ന് ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാവോ, ഞങ്ങളുടെ രൂപതയിൽ ഒരു വചന ശുശ്രൂഷാ കേന്ദ്രം തുടങ്ങാമോ എന്ന് ചോദിച്ച വിൻസെൻഷ്യൻ വൈദികരെ സാധാരണഗതിയിൽ രൂപതകളിലേക്ക് പിതാക്കന്മാർ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള സുവിശേഷവത്കരണത്തിന് വേണ്ടി അനേകം ദൈവവചന ശുശ്രൂഷാ കേന്ദ്രങ്ങൾ വിൻസെൻഷൻ സഭയുടേതായി പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ബ്രാഞ്ചുകളായി അനേകം ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വചന ശുശ്രൂഷയിൽ നിന്നും വ്യതിചലിച്ച് മറ്റു ശുശ്രൂഷകളിലേക്ക് പോകാൻ പ്രേരണ നൽകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ശ്ലീഹന്മാരും സഭാസമൂഹവും ഒന്നു ചേർന്ന് എടുത്ത തീരുമാനം ഇപ്രകാരമായിരുന്നു. നടപടി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ അവരുടെ തീരുമാനം എന്തായിരുന്നു എന്ന് കൃത്യതയോടുകൂടി എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കണം. അവരുടെ തീരുമാനം ഇതാ, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ശ്ലീഹന്മാരെടുത്ത ഈ പ്രതിജ്ഞയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് വിൻസെൻഷ്യൻ സഭ
100 വർഷങ്ങൾ പൂർത്തിയാക്കിയിട്ടും അതിൻ്റെ ആരംഭം മുതലുണ്ടായിരുന്ന ദൈവവചന ശുശ്രൂഷ എന്നുള്ള ആദിമ ചൈതന്യത്തിൽ തന്നെയും ഉറച്ചു നിന്നുകൊണ്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെയും കരിസ്മാറ്റിക് ധ്യാന രീതികളിലൂടെയും പോട്ട ഡിവൈൻ ശുശ്രൂഷകളിലൂടെയും മറ്റനേകം ധ്യാന കേന്ദ്രങ്ങളിലൂടെയും ലോകമെമ്പാടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷാവാഹകരായി ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇത് ദൈവീകമായ പദ്ധതിയുടെ ഭാഗമാണ്. കാരണം സഭ വളരുന്നത് ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നതിലൂടെയാണ്. വചന സ്വീകരണം ശരിയായ അറിവിലേക്കും വിശ്വാസത്തിലേക്കും ഒരുവനെ നയിക്കുമെന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. ദൈവവചനം കേൾക്കുന്നത് വഴിയായി, ദൈവവചനം പഠിക്കുന്നത് വഴിയായി ശരിയായ അറിവിലേക്കും വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കാൻ സാധിക്കും. എന്നോട് സഭാധികാരികൾ ഹയർ സ്റ്റഡീസിനു വേണ്ടി, ഉന്നത പഠനത്തിനു വേണ്ടി പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ പുരോഹിതനായി അച്ഛനായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ദൈവവചന ശുശ്രൂഷകൾക്ക് ശേഷം അച്ഛൻ പഠിക്കാൻ പോകുന്നത് നന്നായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റു പല ചിന്തകളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കാനൻ ലോ പഠിച്ച് സഭയുടെ നിയമം പഠിച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ നിയമമായ LLB ഒക്കെ പഠിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികർ എന്നോട് പറഞ്ഞു, അച്ഛൻ ധ്യാനിപ്പിക്കുന്നുണ്ടല്ലോ, ഈ കഴിഞ്ഞ ഏതാനും വർഷക്കാലത്തെ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അച്ഛൻ കൂടുതൽ സമയം ചെലവഴിച്ച് ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടിയിട്ടല്ലേ, അതിന് അല്പം കൂടി അടിസ്ഥാനപരമായ ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തുകൊണ്ട് ബൈബിള് പഠിച്ചുകൂടാ? അതെനിക്ക് സത്യം പറഞ്ഞ ഒരു കൺതുറവിക്കുള്ള അവസരമായിരുന്നു. ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, അവരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഞാൻ ബൈബിള് പഠിക്കാൻ തീരുമാനിച്ചു. ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് MTH എന്ന് പറയുന്ന PGയും അതിനുശേഷം ഡോക്ടറേറ്റ് എന്ന് പറയപ്പെടുന്ന PhDയും പഠിച്ച് ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലായിരിക്കാനും ബൈബിള് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇതൊരു ദൈവീകമായ നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, വിൻസെൻഷൻ സഭയിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും വചനം പഠിപ്പിക്കാനും അത് ജീവിക്കാനും വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷ മേഖലയിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുകയാണ്. കാരണം വചന സ്വീകരണം ശരിയായ അറിവിലേക്കും വിശ്വാസത്തിലേക്കും ഒരുവനെ നയിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശിഷ്യന്മാർ ഈ വിധത്തിൽ ഈശോയെ അറിയുകയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 68-69 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യൂദാസ് ശരിക്ക് വചനം സ്വീകരിക്കാതിരുന്നത് കൊണ്ടാണ് അവിശ്വാസിയായി തുടരുകയും അവസാനം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തത് എന്ന് യോഹന്നാൻ 6:64 വിവക്ഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ യൂദാസിൻ്റെ ഈ ഒരു അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരൊക്കെയാണോ ശരിക്ക് വചനം സ്വീകരിക്കാതിരിക്കുന്നത്, അവിശ്വാസിയായി തുടരുന്നത്, അങ്ങനെയുള്ളവർ കർത്താവിന് വിട്ടുപോകും. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്ത് അവൻ്റെ കൂട്ടായ്മയിൽ നിന്നും അകന്നു പോയതുപോലെ അകന്നു പോകാതിരിക്കണമെങ്കിൽ അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനം പാലിക്കുകയും ചെയ്യണം. ഇപ്രകാരം ഞാനും നിങ്ങളുമൊക്കെ ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാ, എല്ലാ ദിവസവും വചനം വായിക്കണം. ബൈബിള് നമ്മുടെ ഒക്കെ കൈകളിലില്ലേ? ഒരു കാലത്ത് റീജിയണൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാതിരുന്ന ദൈവത്തിൻ്റെ വചനത്തെ പിന്നീട് സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്ക് മലയാളം ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദി ഭാഷയിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഭാഷകളിലൊക്കെയും ഇന്ന് ബൈബിൾ അവൈലബിളാണ്. നിന്റെ മാതൃഭാഷയിൽ നിനക്ക് മനസ്സിലാകുന്ന വിധം ബൈബിൾ നിന്റെ കൈകളിലുണ്ടെങ്കിൽ ആ ബൈബിൾ വായിക്കണം എല്ലാ ദിവസവും കേട്ടോ. മൊബൈൽ ഫോണൊക്കെ വന്നതോടുകൂടെ നമുക്ക് ലഭിച്ച മറ്റൊരു വലിയൊരു ആനുകൂല്യമാണ് മൊബൈലിനകത്ത് തന്നെ ബൈബിൾ വായിക്കാൻ, ബൈബിൾ കേൾക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത്. ഇല്ലേ? ബൈബിൾ ആപ്ലിക്കേഷൻസ് അവൈലബിളാണ്. സഭയുടെ ഔദ്യോഗികമായ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലൂടെ നമുക്ക് ബൈബിൾ ഇന്ന് വായിക്കാൻ പറ്റും. ഡിജിറ്റലായിട്ട് വായിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമുക്കുണ്ട്. ഓഡിയോ ബൈബിളുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ. വചനപ്പെട്ടികൾ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചതോടുകൂടെ നവീകരണ ശുശ്രൂഷ രംഗങ്ങളിൽ ചെറിയ പെട്ടിക്കകത്ത് ഓരോ ദിവസത്തേക്കും വേണ്ട സന്ദേശങ്ങൾ അടങ്ങിയ ഓരോ വചനങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന മനോഹരമായ കാർഡുകളിലൂടെ വചനപ്പെട്ടി മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഇതൊക്കെയും വചനം പ്രഘോഷിക്കാൻ, വചനം പഠിക്കാൻ, വചനം വായിക്കാൻ, നമ്മളെ അല്പം കൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നൽകപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയും ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ളവരായി ജീവിക്കുക. വചനം വായിക്കുക മാത്രമല്ല, വായിക്കുന്ന വചനം മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും ശ്രമിക്കുക. ബൈഹാർട്ട് പഠിക്കണം ഓരോ വചനവും. ചില മനുഷ്യരോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എങ്ങനെയാണ് ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വചനം പറയുന്നത്? ചെറുപ്പം മുതൽ, വീട്ടിലായിരുന്ന സമയം മുതൽ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണിത്. എല്ലാ ദിവസവും ഒരു ബൈബിൾ വാക്യമെങ്കിലും മനഃപ്പാഠം പഠിക്കാനും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഹൃതജപം ചൊല്ലുന്നത് പോലെ ആവർത്തിച്ച് പറയാനും അതുവഴിയായി ബൈബിളിനോട് വലിയ ആഭിമുഖ്യം വളർത്താനും സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവസരങ്ങൾക്കൊത്ത വിധം ബൈബിൾ വചനങ്ങൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കണം, വചനം പഠിക്കണം, വചനാനുസരണം ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുവഴിയായി ഞാനും നിങ്ങളും അല്പം കൂടെ മെച്ചപ്പെട്ട ദൈവമക്കളായിത്തീരും. ആമേൻ.